എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇടയിൽ ചെറുപ്പക്കാർ നിരവധി കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രം അവകാശപ്പെടുന്നത് ആയുർദൈർഘ്യം കൂടിയെന്നാണ്. അപ്പം ഒരു കാര്യം ഞാൻ ചേർത്ത് പറയാം, ഞാൻ വൈദ്യശാസ്ത്രത്തിന് എതിരല്ല. എന്നാൽ ഈ അടുത്ത സമയത്ത് നിരവധി ചെറുപ്പക്കാർ കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പം ഞാനിതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന കൂട്ടത്തിലാണ്. എനിക്ക് വളരെ വിചിത്രമായ ഒരു മറുപടി ആരോഗ്യ വിദഗ്ധൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പറയുന്നത് കേട്ടു. അപ്പോൾ അത് കേട്ടിട്ട് ബാക്കി കാര്യം പറയാം. മരിക്കുന്നതിന് ഒരു പ്രധാന കാരണം കോവിഡ് വാക്സിൻ ആണെന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡോക്ടർ എന്താ പറയാനുള്ളത്? അതായത് ഈ വഴി വീണ യങ്സ്റ്റേഴ്സ് മരിക്കും. അതാണ് ഇതിന്റെ നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ. അത് കോവിഡിന് ശേഷമാണ് കൂടുതൽ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അതിനകത്ത് ഒരു റിയാലിറ്റിയിലേക്ക് നോക്കാം. നമ്മൾ ഇത്ര ആൾക്കാർ വഴി വീണ് മരിക്കുന്നത് ഭയങ്കര കൂടുതലാണ്. സഡൻ പ്രത്യേകിച്ച് വഴി വീണ് മരിക്കും. ഇതിനകത്ത് പല പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ കാലം മുമ്പോട്ട് പോകുന്നതനുസരിച്ച് കാർഡിയോവാസ്കുലർ റിലേറ്റഡ് ആയിട്ടുള്ള ഡെത്ത് റേറ്റ് കൂടുന്നുണ്ട്. പല ജീവിതശൈലി കാര്യങ്ങളുണ്ട്. അതനുസരിച്ചുള്ള സഡൻ ഡെത്ത് കൂടുന്നുണ്ട്. കഴിക്കത്താനുള്ള ഈ സഡൻ ഡെത്ത് അതൊരു ഫാക്ട്. അല്ലാതെ ജനറൽ കണക്കെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഡ്രാമാറ്റിക് രീതിയിലുള്ള സഡൻ ഡെത്തുകളൊന്നുമില്ല. കേരള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ CCTV എണ്ണം കൂടി, സോഷ്യൽ മീഡിയയുടെ എണ്ണം കൂടി. അപ്പം ഇത് ജിമ്മിൽ വീഴുന്നതും വഴി വീഴുന്നതും എല്ലാം നമുക്ക് CCTV നമ്മുടെ സോഷ്യൽ മീഡിയ അതെല്ലാം അദ്ദേഹം പറയുന്നത് CCTVയുടെ എണ്ണം കൂടിയതുകൊണ്ടാണ് ചെറുപ്പക്കാർ ഒഴിഞ്ഞു വീണ് മരിക്കുന്നതെന്ന്. ജിമ്മിലൊക്കെ നിരവധി ചെറുപ്പക്കാർ അടുത്ത കാലഘട്ടത്തിൽ മരിച്ചു. ചിരിച്ചുകൊണ്ട് അവതരിപ്പിക്കേണ്ട വിഷയമല്ല, എന്നാൽ ഈ മറുപടി കേൾക്കുമ്പോൾ ചിരി വന്നു പോകും. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഓങ്കോളജിസ്റ്റാണ്, തിരുവല്ലക്കാരനാണ്. ക്യാൻസറിൻ്റെ കാര്യത്തിലും അദ്ദേഹം സമാനമായ അഭിപ്രായം പറയുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചീനിച്ചട്ടി നല്ലതാണെന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീനിച്ചട്ടി കൊള്ളത്തില്ലെന്ന് പറയും. മൺചട്ടിയാണോ നല്ലതെന്ന് ചോദിച്ചാൽ അതിനും കുഴപ്പമില്ലെന്ന് പറയും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരു മറുപടി കക്ഷിക്കില്ല. അത് ഈ അക്കാഡമിക് നോളജിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. എംപെരിക്കൽ നോളജ് അല്ലല്ലോ, അത് അംഗീകരിക്കപ്പെടത്തില്ല സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട്. അതുപോട്ടെ. കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് ബഹ്റൈനിൽ നിന്ന്, അതിനു മുമ്പുള്ള പല വാർത്തകളുണ്ട്, അത് തൽക്കാലം ഒഴിവാക്കുക. കാര്യം വീഡിയോ ലെങ്ത് കൂടിയാൽ പൊതുജനങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ബഹ്റൈനിൽ നിന്ന് യാത്ര ചെയ്ത ഒരു യുവാവ് ഫ്ലൈറ്റിനകത്ത് വെച്ച് 34 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആയുർദൈർഘ്യം കൂടിയ ആധുനിക കാലഘട്ടത്തിൻ്റെ അവസ്ഥയാണ്. 40-45 വയസ്സുള്ള പല ചെറുപ്പക്കാരും മറിഞ്ഞു വീണ് മരിച്ചു. ഇന്ന് കണ്ടത് പത്തനംതിട്ട ജില്ലയിൽ എവിടെയോ ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ, ഇന്നല്ല അത് 2 ദിവസം മുമ്പ്, ഇന്ന് ഒരു യുവതി, അങ്ങനെ പറയാം, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കോയമ്പത്തൂരിലോ മറ്റോ, അവിടെ മറിഞ്ഞ് വീണ് മരിച്ചു. ഉറുമ്പ് മറിഞ്ഞ് വീഴുന്നതല്ല കേട്ടോ. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ ഒരു യുവതി മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിക്ചർ കിട്ടുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ എന്തായാലും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കുഴഞ്ഞു വീണ് മരിക്കുന്ന സമയത്ത് ചിലപ്പോൾ വിശ്വാസപരമായിട്ടൊരു പ്രണാമമോ അല്ലെങ്കിൽ ഒരു ആദരാഞ്ജലികളോ അല്ലെങ്കിൽ ഒരു ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊനൊക്കെ പറഞ്ഞു പോകുന്നതാണ്. നേരെ മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡന വീഡിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ ആണെങ്കിൽ, അതിജീവിതയുമായി ബന്ധപ്പെട്ടതൊക്കെ ആണെങ്കിൽ മലയാളി സമൂഹം ഏറ്റെടുക്കുകയും ചർച്ച ചെയ്യും. പിന്നെ ആരോഗ്യ വിദഗ്ധർ ഈ മേഖലയിലേക്ക് ചർച്ച ചെയ്യണമെങ്കിൽ ഹോസ്പിറ്റലിൽ ഇരുന്ന് അടി കിട്ടുമ്പോൾ മാത്രമേ അവർക്ക് പ്രശ്നം ഉണ്ടാകത്തുള്ളൂ. ബാക്കിയൊന്നും വിഷയമല്ല, അങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ല. ഇതാര് ചോദിക്കും, ആര് പറയും? കേരളത്തിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ വിഷയത്തിലൊരു പഠനം നടക്കണമെന്ന അഭിപ്രായമുള്ള എന്നെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യും. ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഇത്തരം കുഴഞ്ഞു വീണ മരണങ്ങൾ ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയ്ക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അന്വേഷിക്കാനും പഠിക്കാനും ഒരു വിദഗ്ധ സമിതിയെ നിയന്ത്രിക്കുകയും ഒരുപക്ഷെ കഴിഞ്ഞകാല തീരുമാനങ്ങളിൽ എവിടെയെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് തിരുത്തുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യണമെന്ന് എന്നെ കാണുന്നവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.